ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് മാജിക് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് അൽഫാം റെസിപ്പി ആയിട്ടാണ്. മീൻ സ്മെല്ലോ ഇതൊന്നും ഇല്ലാത്ത ചിക്കൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ഫിഷ് അൽഫാം റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി നമ്മളൊരു സ്പെഷ്യൽ മസാല തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പിലോപ്പിയ മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡറും. ഇനി നിങ്ങളുടെ കയ്യിൽ കറുത്ത കുരുമുളക് പൊടി ആണെങ്കിലും അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് പച്ച മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു ബ്ലെൻഡറിലേക്ക് 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ഇഞ്ചിയും. ഇനി ഇതിലേക്ക് 5 ചുവന്ന മുളകും അതുപോലെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമ്മൾ പറഞ്ഞ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് കൊറിയൻഡർ ലീവ്സും അതുപോലെ ബേസിൽ ലീവ്സും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 2 ടീസ്പൂൺ ചുവന്ന മുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാലയും അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് 1 ടീസ്പൂണ് കടുകിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും അതുപോലെ 1 ടീസ്പൂൺ കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി 3 ടേബിൾ സ്പൂൺ തൈര് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്തിട്ട് മസാല പറ്റുന്നതിനേക്കാൾ മുമ്പ് കുറച്ചും കൂടി നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് മസാല മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ മസാലയാണ്. കാരണം ഈ മസാല ചേർക്കുമ്പോൾ മീൻ്റെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ മീൻ കഴിക്കാൻ കൂട്ടാക്കാത്ത മക്കളാണെങ്കിൽ എന്തായാലും കഴിച്ചിരിക്കും. അപ്പം നമ്മൾ മസാല ഓൾമോസ്റ്റ് എല്ലാം പരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്നും അങ്ങനെ കണ്ടമാനം വെച്ച് നമുക്കത് വേസ്റ്റ് ആക്കേണ്ടി വരില്ല. ഇതുപോലെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗം കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് അൽഫാമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും തയ്യാറാക്കാതിരിക്കരുത്. കാരണം അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അപ്പോൾ ഞാനിവിടെ ലെമൺ വെച്ച് ജസ്റ്റ് ഒന്ന് ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലെമൺ ജസ്റ്റ് ഒന്ന് ക്യൂസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കുമ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും തയ്യാറാക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.